എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ ലേണിംഗ് ഫണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 തന്നെ ചോദിച്ച ക്ലർക്ക് എക്സാമിന്റെ ഒരു പേപ്പറാണ്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം. സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങള്. 4 തുല്യാവും അല്ലെ? സമഭുജ ത്രികോണത്തിന് എത്രയുണ്ട്? 3 വശമാണ്. അപ്പൊ ഇനി എന്താ പറഞ്ഞിരിക്കണേ? സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ്. അപ്പൊ എല്ലാം കൂടി കൂട്ടിയ എത്ര വശം ഉണ്ടാവും? 4 3 7 വശമുണ്ട്. അത് 3.5 മീറ്റർ നീളമുള്ള കമ്പിയാണ്. 3.5 എന്ന് പറയുന്നത് 7/2 ആണ്. എങ്ങനെ എഴുതാം? 3 2 6 6 1 7 7/2. 7/2നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 വശങ്ങളാണ് ഉള്ളത്. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1/2 എന്ന് കിട്ടും. 1/2 മീറ്റർ ആണ്. 1/2 മീറ്റർ എന്ന് പറയുന്നത് ഇനിയിപ്പോ നമുക്ക് തന്നിരിക്കുന്ന ആൻസറിൽ സെന്റിമീറ്റർ ആണ്. 1/2 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? അതായത് എക്സ് എന്നുള്ള ഒരു വിലയുള്ള സാധനമാണ് എന്ന് വിചാരിക്കുക. അതിന്റെ 30% കിഴിവ് കഴിച്ചിട്ട് 70% കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിയത് അല്ലെ? എക്സ് വിലയുള്ള ഒരു സാധനം 70% വില കൊടുത്തിട്ട് നമ്മൾ വാങ്ങി. അതായത് 30% വിലക്കിഴിവായ കാരണം 70% കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പൊ എക്സ് ഇൻറ്റു 70/100 എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3500 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ആണ് അവര് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യാ? എക്സ് ഈക്വൽ ടു 3500 ഇൻറ്റു 100/70. അപ്പൊ ഇവിടെ 0 വെട്ടിപ്പോയി. ഇവിടെ എന്താണ്? 50 എന്ന് വരും. 50 ഇൻറ്റു 100 5000. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അച്ചുവിന്റെ വീടിന്റെ ചുമര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? ഇത് സിമന്റ് ആണ്, ഇത് മണലുമാണ്. അംശബന്ധം എന്താണ്? 1:5 ആണ്. ഒരു ചാക്ക് സിമന്റിന് 5 ചാക്ക് മണല്. അതായത് 45 ചാക്ക് സിമന്റ് ഉണ്ട് വെച്ചെങ്കിൽ അപ്പൊ എത്ര ചാക്ക് മണൽ വേണം? 45 ഇൻറ്റു 5. 5 25 2 4 5 20 2 22 225. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങും ആക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി. എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്ര? നമുക്കറിയാം എത്ര നീളും എത്ര വീതി ഉണ്ടാവും ഒരു ചതുരത്തിന്? 2 നീളും 2 വീതിയും അല്ലെ? ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് ചുറ്റളവ് കിട്ടുക. 2 നീളം പ്ലസ് 2 വീതിയാണ് ചുറ്റളവ്. അതെന്ന് പറയണത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 26 സെന്റിമീറ്റർ ആന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് അവര് പറഞ്ഞത് ഈ നീളത്തിന് പകരം അവരെന്ത് ചെയ്തു? നീളത്തിന്റെ 2 മടങ്ങുള്ള നീളം കിട്ടി. അപ്പൊ 2 നീളവും പിന്നെ എത്ര വീതിയാണ്? 3 വീതി. അങ്ങനെയുള്ള 2 വശങ്ങളുണ്ട് രണ്ടിനും അല്ലെ? 4 വശങ്ങളുണ്ട്. അപ്പൊ 2 ഇൻറ്റു 2 നീളം പ്ലസ് 2 ഇൻറ്റു 3 വീതി ഈക്വൽ ടു എത്രയാന്ന് കിട്ടി? 62 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടുന്ന് 2 നീളം പ്ലസ് 3 വീതി എന്ന് പറയുന്നത് എന്താവും? അതായത് 2നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഈ 2 എന്നുള്ളത് പുറത്തേക്ക് എടുത്തപ്പോൾ 2 നീളം പ്ലസ് 3 വീതി 2 ഇൻറ്റു ഇത് എന്ന് പറയുന്നത് 62. അപ്പൊ 2 നീളം പ്ലസ് 3 വീതി എന്ത് വരും? 31. അപ്പൊ ഇനി എന്താണ്? ആദ്യത്തെ ഇക്വേഷന് 2 നീളം പ്ലസ് 2 വീതി എന്ന് പറയുന്നത് 26ഉം 2 നീളം പ്ലസ് 3 വീതി എന്ന് പറയുന്നത് 31ഉം ആയി.
അപ്പൊ ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ എന്ത് ചെയ്യും? 3 വീതിന്ന് 2 വീതി മൈനസ് ചെയ്താൽ 1 വീതിയാവും അല്ലെ? നീളം ക്യാൻസൽ ചെയ്ത് പോയി. 2 നീളം മൈനസ് 2 നീളം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം വീതി ഈക്വൽ ടു 31 മൈനസ് 26. അത് എത്രയാണ്? 5. അപ്പൊ വീതി 5 ആണ് വെച്ചെങ്കിൽ ഇനി നീളം എങ്ങനെയാ കണ്ടുപിടിക്കുക? അതായത് ഇവിടെ 2 നീളം പ്ലസ് 2 വീതി, അതായത് 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് എത്ര എന്ന് പറയണത്? 26 എന്ന് പറയണത്. അപ്പൊ നീളം പ്ലസ് വീതി എന്ത് വരും? നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് 26/2, അതായത് 13. അപ്പൊ വീതി നമുക്ക് കിട്ടിയ 5 ആണെന്ന്. അപ്പൊ നീളം എത്രയാവും? 13 മൈനസ് 5. അത് എത്രയാണ്? 8. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 840 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കുവാൻ എത്ര സമയം വേണം? ആകെ ദൂരം എന്ന് പറയുന്നത് 5040 കിലോമീറ്റർ ആണ്. ആകെ ദൂരം ബൈ വേഗത, അങ്ങനെ ആവുമ്പോഴാണ് സമയം കിട്ടുക. എത്ര സമയം വേണം എന്ന് കിട്ടുക? അപ്പൊ കിലോമീറ്റർ പെർ ആർ. അപ്പൊ എന്താണ് വരിക? 5040 ഡിവൈഡഡ് ബൈ 840. അതായത് 0 വെട്ടിപ്പോയി. 84 6 പ്രാവശ്യവും. 6 4 24, 2 8 48 2 50 അല്ലെ? അപ്പൊ 84 6 പ്രാവശ്യം പോവും 504. അപ്പൊ 6 എന്നുള്ളതാണ്, 6 മണിക്കൂർ എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. രവിയുടെ 6 എന്ന് വിചാരിക്കുക, വീണയുടെ വി എന്ന് വിചാരിക്കുക. 10 വയസ്സ് കൂടുതലാണ്. 6 ഈക്വൽ ടു വി പ്ലസ് 10. ഇനി അടുത്ത വർഷം രവിയുടെ വയസ്സ് അപ്പൊ എന്താവും? അടുത്ത വർഷം ആവുമ്പോ 1 വയസ്സും കൂടിയും കൂടും അല്ലെ? രവിക്കും കൂടും വീണയ്ക്കും കൂടും, വി പ്ലസ് 1. അതെന്ന് പറയണത് അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാവും. അതായത് R+1 എന്ന് പറയണത് 2 ഇൻറ്റു വി പ്ലസ് 1 ആവും. അപ്പോ രവിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് കാണേണ്ടത്. രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് കാണണം. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി എന്ന് പറയണത് എന്താണ്? ആറിന് പകരം വി പ്ലസ് 10 എന്ന് ഇവിടെ ചേർത്താ വി പ്ലസ് 10 പ്ലസ് 1, ഇത് 1 ആണ് അല്ലെ? 1 ഈക്വൽ ടു 2 വി പ്ലസ് 2. അതായത് വിനെ അങ്ങോട്ട് കൊണ്ടുപോയ വി ഈക്വൽ ടു 11 മൈനസ് 2 എന്ന് വരും. അത് എത്രയാണ്? 9. ഇനി എന്താണ്? 9ഉം പിന്നെ രവിയുടെ വയസ്സ് എന്ന് പറയുന്നത് വീണയുടെ വയസ്സ് പ്ലസ് 10 ആണ്. അപ്പൊ 9ഉം 10ഉം കൂടി കൂട്ടിയ 19. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം എന്തായിരിക്കും? ഏപ്രിൽ 1 എന്ന് പറയണത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ബുധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ബുധൻ 7 ദിവസം കഴിഞ്ഞിട്ടാ വരിക. അപ്പൊ 8-ാം തീയതിയാണ് വരിക. പിന്നെയും 7 ദിവസം കഴിഞ്ഞ 15-ാം തീയതി ബുധനാഴ്ച ആവും. 22-ാം തീയതി ബുധനാവും. 29-ാം തീയതി ബുധനാവും. അപ്പൊ ഇനി ഏപ്രിലിൽ എത്ര ദിവസം ഉണ്ട്? 30 ദിവസമേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് 30-ാം തീയതി എന്ന് പറയുന്നത് എന്താഴ്ചയാവും? വ്യാഴാഴ്ച. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത പദം കണ്ടെത്തുക. ബി കഴിഞ്ഞ സിയും ഡിയും ഇല്ല, ഇ എഫ് ഇല്ല, ജി എച്ചും ഐയും ഇല്ല, ജെ കെ ഇല്ല, എൽ ഇല്ല, എം എൻ ഇല്ല, ഒ. അങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ ഇവിടെ എന്താ വരിക? ഒ കഴിഞ്ഞ പിയും ക്യൂ ഇല്ല, ആറ്. അപ്പൊ ഇനി നമുക്ക് എന്താ വരണ്ടേ? ഡബ്ല്യു കഴിഞ്ഞ എക്സും വൈയും ഇല്ല, സെഡ് അല്ലെ? പിന്നെ എന്താ വേണ്ടേ? ഇവിടെ എന്താ വന്നേ? 2 എണ്ണം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എയും ബിയും കഴിഞ്ഞ സി, സെഡ് സി ഇ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ എക്സിന്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ സെഡിന്റെ മകളും ആണെങ്കിൽ എയുടെ ആരാണ് സെഡ്? എക്സിന്റെ സിസ്റ്റർ ആണ് ആരെന്ന് പറയണത്? എ. എക്സിന്റെ സിസ്റ്റർ ആണ് എ എന്ന് പറയണത്. ഇനി എന്താണ്? എക്സ് വൈയുടെ മകള്.
എക്സ് എന്ന് പറയുന്നത് വൈയുടെ മകള്, വൈയുടെ മകള് ഡോട്ടർ. ഇനി എന്താണ് വൈ സെഡിന്റെ മകള്. അപ്പൊ എന്താണ് സെഡിന്റെ മകളാണ്, ഡോട്ടർ ആണ് വൈ. വൈന്റെ ഡോട്ടർ ആണ് എക്സ്. അപ്പൊ ഇനി എന്താ പറയണത്, എയും സെഡും തമ്മിലുള്ള, എയുടെ ആരാണ് സെഡ്. എക്സും എയും സിസ്റ്ററും ആണ്, എക്സിന്റെ സിസ്റ്റർ ആണ് എ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, അമ്മയുടെ അമ്മ, അതായത് അമ്മമ്മ. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എന്തായിരിക്കും? 4:10 എന്ന് പറഞ്ഞാൽ ഏതിലൊക്കെയാണ് സൂചികൾ വരിക? 4ലും വരും, 2ലും വരും അല്ലെ. 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് അല്ലെ, ഇവിടെയാണ് ഗ്രേറ്റർ. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ എത്ര ഇടയുണ്ട്? 4ഉം 2ഉം ആയിട്ട് 2 ഇടകളുണ്ട്. ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി വീതമാണ് വരിക. അപ്പൊ 2 × 30 60 ഡിഗ്രി വന്നു. ഇനി നമുക്ക് എന്താണ്, എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് ഉണ്ട്. അതിന് എത്ര ഡിഗ്രി വരും? 10/2 ഡിഗ്രി, അതായത് 5 ഡിഗ്രി. ഇനി അത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ നോക്കാനാണ് ഇവിടെ ഏതാണ് വലുത് എന്ന് നോക്കണത്. അപ്പൊ ഈ ഭാഗത്താണ് വലുത് എങ്കിൽ നമ്മൾ കൂട്ടണം. 60 ഡിഗ്രി കൂടെ 5 ഡിഗ്രിയും കൂടി കൂട്ടിയാൽ 65 ഡിഗ്രി. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വേഗത്തില് നമുക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണ്. 4:10 എന്ന് പറയുന്നത് സമയം 4ലും 2ലും ആണ് അതിന്റെ സൂചികള്. അപ്പൊ അതിന്റെ ഇട എന്ന് പറയുന്നത് 4നും 2നും ഇടയില് 2 ഇടകളാണ് ഉള്ളത്. 4 - 2 2. അപ്പൊ ഓരോ ഇടയ്ക്കും 30 ഡിഗ്രി വീതമാണ്. അപ്പൊ 2 × 30 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്താണ് മിനിറ്റിന് എത്ര ഡിഗ്രി എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ മിനിറ്റ് ഡിവൈഡഡ് ബൈ 2, അങ്ങനെ അത്രയും ഡിഗ്രി ആണ് വരിക. അപ്പൊ 10/2 5 ഡിഗ്രി. ഇനി ഇത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടേ? അപ്പൊ ഈ ഭാഗത്താണ് വലിയ സംഖ്യ എങ്കിൽ 4 2ഉം ഏതാണ് ഗ്രേറ്റർ? 4ആണ് ഗ്രേറ്റർ. ഇവിടെയാണ് വലിയ സംഖ്യ വരുന്നതെങ്കിൽ നിങ്ങൾ കൂട്ടുക. അല്ല ഇവിടെയാണ് വലിയ സംഖ്യ വന്നെച്ചെങ്കിലോ നിങ്ങൾ കുറയ്ക്കണം. അപ്പൊ 65 ഡിഗ്രി എന്നുള്ളതാണ് ഇന്നത്തെ ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.